മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സ്നാക്കാണ് പഴംപൊരി. ഇത് കുക്കിങ്ങിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളതും നമുക്ക് നോക്കാം. ഞാനിവിടെ സ്പൂണാണ് ഉപയോഗിച്ചത്, പക്ഷെ നിങ്ങൾക്ക് എത്ര എടുക്കണം എന്നുള്ളതിന്റെ കറക്റ്റ് മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദാമാവ് എടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുക. പഴംപൊരി കുറച്ച് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് വേണ്ടതെങ്കിൽ അരിപ്പൊടി സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുക. ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടണം. നിങ്ങൾ ഈ ഒരു ബാറ്റർ മിനിമം 20 മിനിറ്റ് എങ്കിലും വെക്കണം. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ പഴം 2ആയി കട്ട് ചെയ്തതിന് ശേഷം സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കാനും ഉണ്ടാക്കാനും കൂടുതൽ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ബാറ്റർ വെള്ളം കൂടിപ്പോവാനോ കുറഞ്ഞു പോവാനോ പാടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ ബാറ്റർ എടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ മാവിൽ വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ പഴത്തിൽ ഈ ഒരു മാവ് അധികം പറ്റിപ്പിടിച്ച് നിൽക്കില്ല. അതേപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയാൽ പഴത്തിൽ കൂടുതൽ മാവ് പറ്റിപ്പിടിക്കുകയും ഈ പഴംപൊരിയുടെ ടേസ്റ്റ് കുറഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പം എണ്ണ ഒഴിക്കുക. ഇനി നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ തീ കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോവാനും തീ കുറഞ്ഞു പോയാൽ ഈ പഴംപൊരിയിലേക്ക് എണ്ണ കൂടുതൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴംപൊരി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നല്ല രീതിയിൽ ആയിട്ടാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഇങ്ങനെ എണ്ണ കളയുമ്പം ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ വീണ് എണ്ണ തെറിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യാം. ഇനി നമുക്കിത് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പഴവും മാവും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. 2 വശവും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. പഴംപൊരി എപ്പോഴും ചെറിയ ചൂടിൽ കഴിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിയായ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ചെറിയ ചൂടിൽ തന്നെ നമുക്കിത് കഴിക്കണം. നമ്മുടെ ബാക്കിയുള്ള അത്യാവശ്യം കുറച്ച് സ്നാക്സ് ഒക്കെ നമ്മുടെ കേരളത്തിന് പുറത്ത് നമുക്ക് കിട്ടുമെങ്കിലും ഈ ഒരു പഴംപൊരി ഈ ഒരു ടേസ്റ്റ് നമുക്ക് കേരളത്തിൽ മാത്രമേ കിട്ടുള്ളൂ. പഴംപൊരി ശരിക്കും മലയാളികളുടെ ഒരു വീക്ക്നെസ് തന്നെയാണല്ലേ. അപ്പം നമ്മുടെ എല്ലാ പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ. ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായയാണ്. പക്ഷേ ഞാനിവിടെ കട്ടൻ ചായയല്ല പാൽ ചായയാണ് എടുക്കുന്നത്. പക്ഷേ എന്നാലും നമുക്ക് കഴിക്കാം. നല്ല ഇളം ചൂട് ചായയും അതിൻ്റെ കൂടെ ഇളം ചൂടുള്ള പഴംപൊരിയും എല്ലാവർക്കും കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേട്ടാ. പലരും പല വിധത്തിൽ പഴംപൊരി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇതാണ് ഒരു ബേസിക് പഴംപൊരിൻ്റെ റെസിപ്പി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ പഴംപൊരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ വേറൊരു കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ ഷോർട്സിൽ ഉണ്ടായിരുന്നു പഴംപൊരിയും ബീഫും. നിങ്ങൾ എപ്പോഴെങ്കിലും ബീഫ് വീട്ടിൽ ഉണ്ടാക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഈസി ആയിട്ടുള്ള പഴംപൊരിയും കൂടി ഒന്ന് ഉണ്ടാക്കി അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.